നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടും കൂടെ കർത്താവ് തന്റെ കൃപയിൽ നമ്മെ എല്ലാവരെയും സൂക്ഷിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ നമ്മെ നിലനിർത്തിയ ദൈവസ്നേഹത്തിനാണ് സ്തോത്രം. ഈ ഉയർപ്പിൻ ദിവസം, കർത്തൃ ദിവസം ആലയത്തിൽ വീണ്ടും വന്നു ചേരുവാനും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും കൊടുക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ വീടുകളിൽ നിന്ന് വന്നുചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. ഓരോ ഞായറാഴ്ചകളിൽ ഞാൻ പറയാറുള്ളതുപോലെ എല്ലാവരുടെയും ചുരുങ്ങിയത് രണ്ടു നേരത്തെ പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ബലമെന്ന് പറയുന്നത്. അതുപോലെ പരസ്പരം ഓർത്തുള്ള പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, പഴയ മതിൽവെഴുത്തുകളും പുതിയ മതിൽവെഴുത്തുകളും നമ്മൾ വായിക്കുമ്പോൾ നാം എത്രമാത്രം പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ അതിനേക്കാളും എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ ബലമാണ്. പ്രാർത്ഥനയിലൂടെ നാം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് ഇന്നിവിടെ വായിച്ച സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഇത് എഴുതിയ സാഹചര്യം, 18-ാം സങ്കീർത്തനം എഴുതിയ സാഹചര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കെട്ടിങ്ങില് സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും, പ്രത്യേകിച്ച് ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതം വാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, പ്രത്യേകം ശൗല്, ദാവീദിന്റെ ശത്രുക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ബദ്ധ ശത്രു ആരാണ്? ശൗലാണ്. അത് ശൗല് മാത്രമല്ല, ശൗലിന്റെ പുസ്തകം, നേതാക്കന്മാരുടെ പുസ്തകം എല്ലാം വായിക്കുമ്പോൾ മറ്റ് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആളുകൾ. എന്തുകൊണ്ടാണ് ഇത്രയും ശത്രുക്കൾ ദാവീദിനെതിരായിട്ട് വന്നത്? ശത്രുക്കൾ ഉണ്ടാകാൻ കാരണം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ആ കാട്ടിൽ കിടന്നിരുന്നുവെങ്കിലോ, സാധാരണ ഒരു ആട്ടിടയനായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിലോ ഒരു ശത്രുവും വരുന്നില്ലായിരുന്നു, ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ഭക്ഷണത്തിനൊക്കെ കിട്ടും, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ആടുകളെയൊക്കെ നോക്കി ആട്ടിടയനായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം തന്റെ മേൽ വന്ന അന്നു മുതൽ തനിക്ക് പ്രശ്നങ്ങളാണ്. ശമൂവേലിന്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം. ഈ 18-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, വന്ന മുഴുവൻ ശത്രുക്കളും തന്നേക്കായി ബലമുള്ളവരാണ്. വന്ന മുഴുവൻ ശത്രുക്കളും തന്നേക്കായാലും ബലമുള്ളവരാണ്. വാക്യം 17 നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 18-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. എന്നിട്ട് പറയുകയാണ്, അവർ, ഈ വന്നവരെല്ലാവരും ബലമേറിയവരാണ്. അപ്പൊ കുറഞ്ഞ പ്രശ്നങ്ങളൊന്നും അല്ല വരുന്നത്. അഭിമുഖീകരിക്കുന്ന പ്രശ്നം മുഴുവനും വലിയ പ്രശ്നങ്ങളാണ്. ബലമുള്ള ശത്രു, ശക്തിയുള്ള ശത്രു, ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരുടെ മുമ്പിലും തോറ്റുപോകാൻ ദൈവം സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ് സമ്മതിക്കാഞ്ഞത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഈ 2 പ്രത്യേകതകളുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് വായിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആത്മീയ ആശയങ്ങൾ നമുക്ക് കിട്ടണമല്ലോ. എന്താ സങ്കീർത്തനത്തിലെ വിഷയം? ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ചു. പരിശുദ്ധാത്മാവിന് പറയാനായിട്ട് കഴിയും, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രു വരാൻ കാരണമെന്താ? അഭിഷേകം ഉള്ളത് കൊണ്ട്. അഭിഷേകമില്ലായിരുന്നെങ്കിൽ ശത്രു വരത്തില്ല. ശത്രു വരുന്നത് കൊണ്ടാണ്, രംഗത്ത് വരുന്നത് കൊണ്ടാണ്. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരു കൊച്ചു ജോലിയും ചെയ്ത് അല്പം ആഹാരമൊക്കെ കഴിച്ച് ഒതുങ്ങിക്കൂടി പോകുന്ന ആളുകൾക്ക് ശത്രുക്കളുണ്ടോ? ഇല്ല, ശത്രുക്കളില്ല. ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ, ഒരു പദവിയിലേക്ക് വരുമ്പോൾ, 10 പേരുടെ മുമ്പിലേക്ക് വരുമ്പോൾ
അസാധാരണമായ എന്തെങ്കിലും കഴിവുകൾ വരുമ്പോൾ, അസാധാരണമായ മികവ് വരുമ്പോൾ, പ്രാപ്തി വരുമ്പോൾ, വിദ്യാഭ്യാസം കൂടുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി വ്യത്യസ്തതകളിലൂടെ ആള് കടന്നു പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. സാധാരണ ഒരു കൊച്ചു ജോലിയും ചെയ്ത് 3 നേരം അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കൊച്ചു വീടിനകത്ത് ആരായാലും അറിയപ്പെടാതെ ഒതുങ്ങിക്കൂടിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാം, വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകാം. എന്നാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതകൾ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് പ്രതിസന്ധികൾ കൂടുന്നത്. ദാവീദിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ്. ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ അഭിഷേകമാണ്. ദൈവത്തിന്റെ അഭിഷേകം തന്നെ പ്രതിസന്ധികളിലൂടെ വഴി നടത്തി. അപ്പൊ അഭിഷേകം പ്രാപിച്ചാൽ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളുണ്ട്. എന്റെ പൊന്നു കർത്താവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിഷേകം വേണ്ട എന്നൊരിക്കലും പറയരുത്. സകല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ബലം അഭിഷേകത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ബലം ദൈവം നൽകി തന്നിരിക്കുന്ന അഭിഷേകത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി വന്ന ശത്രുക്കളെ കുറിച്ച് പറയുമ്പോൾ വലിയ ശത്രുക്കളാണ്, ബലമേറിയവരായ ശത്രുക്കളാണ്, തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് വന്ന ശത്രുക്കളാണ്. അതിന്റെ മധ്യത്തിൽ എല്ലാം ദാവീദിന്റെ മനോഭാവം, ദൈവത്തോട് ബന്ധം എങ്ങനെയായിരുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ 1-ാം ഭാഗം, നിരന്തരമായി ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനാ ജീവിതം തനിക്കുണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 18-ാം സങ്കീർത്തനം 6. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. വിളിച്ചപേക്ഷിച്ചതും നിലവിളിച്ചതും എവിടെ വെച്ചാണ്? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകുന്ന ദൈവാലയത്തിൽ വെച്ചാണ്. അപ്പൊ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആലയവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയില്ല. എനിക്ക് അഭിഷേകം കിട്ടിയത് കൊണ്ടാണ് പ്രശ്നം. നാളിതുവരെയും ഇന്നലെ വരെയും ഞാൻ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ദൈവം എനിക്ക് സ്വന്തമായിരുന്നു, ഞാൻ ദൈവത്തിന് സ്വന്തമായിരുന്നു. എന്നാൽ എന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. പ്രശ്നങ്ങൾ തീരാത്തത് കൊണ്ട് ഇനി എനിക്ക് ദൈവത്തെ വേണ്ട. ഈ ഒരു മനോഭാവമല്ല. സകല പ്രതിസന്ധികളും സകല പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോൾ താൻ എന്ത് ചെയ്തു? ആലയത്തിൽ ചെന്ന് കരയുകയും ആലയത്തിൽ ചെന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു. ഇതാണ് ദാവീദിന്റെ ജീവിതത്തിലെ 1-ാമത്തെ വിജയം എന്നെല്ലാ ദൈവമക്കളും ഓർത്തോളണം. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ കരയുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഈറനണിയുന്ന കണ്ണുകൾ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരോട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിധയാണ്. എല്ലാ ദൈവമക്കളും ഓർക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിധയാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിധയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിധയാണ്. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിധയാണ്. ആത്മീയ ഭൗതികമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. വിത്ത് വിതച്ച ആ വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകാൻ ദൈവം ഒരിക്കലും ഇടയാകത്തില്ല. കർഷകനല്ല അതിനെ കിളിർപ്പിക്കുന്നത്, ദൈവമാണ് കിളിർപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, വിത്തുള്ള സസ്യലതാദികളെയാണ് ദൈവം സൃഷ്ടിച്ചത്. എല്ലാ പഴങ്ങളിലും ദൈവമാണ് വിത്ത് വെച്ചിരിക്കുന്നത്, മനുഷ്യനല്ല വെച്ചിരിക്കുന്നത്. അതിന്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ പഴങ്ങളിലും ഒരു വിത്തുണ്ട്. സ്തോത്രം. നാം കൊണ്ടുവന്ന് നാം കൊണ്ടുചെന്ന് മണ്ണിലേക്ക് വെക്കുന്നു, വളം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് മണ്ണിന്റെ മണ്ണുമായി അതിനെ ബന്ധിപ്പിക്കുന്നതിന് വെള്ളം കൊടുക്കുന്നു. പക്ഷെ അതിനകത്ത് എപ്പോഴും ദൈവമക്കൾ ഓർക്കണം, ഭൂമി അതിനെ കിളിർപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ ബുദ്ധിജീവികൾ പറയുമെന്ന്. ഭൂമി അതിനെ കിളിർപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കായുടെ ഉള്ളിൽ നമുക്ക് പുറമേ കാണാൻ കഴിയാത്ത ഒരു വിത്ത് വെച്ചിരിക്കുന്നത് ഭൂമിയല്ല, മനുഷ്യനല്ല, ദൈവമാണ് വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മണ്ണിന്റെയും വെള്ളത്തിന്റെയും അതിനുള്ള ബന്ധമുണ്ടായപ്പോൾ അതിനകത്ത് വെച്ചിരിക്കുന്ന വിത്ത് കിളിർപ്പിക്കുന്നത് ദൈവമാണെങ്കിൽ ഇന്ന് പകലിൽ വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ഓർക്കുക, കിളിർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്ന ഒരു
ദൈവമുണ്ട്. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഒരിക്കലും അസ്ഥാനത്താകത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിരാശപ്പെടാതെ ആത്മാവിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ ദയായി തീരണം. സ്തോത്രം. ദാവീദ് ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദാവീദിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താണ്? ധനാഴമായൊരു പ്രാർത്ഥനാ ജീവിതം. ദൈവത്തിന്റെ മന്ദിരത്തിൽ ചെന്ന്, വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയൊക്കെ ഉണ്ട്. എങ്ങനെയുള്ള മറുപടിയോ? സാധാരണ മറുപടിയൊന്നുമില്ല. ദൈവത്തിന്റെ ഇടപെടൽ ഇവിടെ ഉണ്ടായപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ? കാരണം മറുപടിയോടുള്ള ബന്ധത്തിൽ ദാവീദ് പറയുക, ദൈവം എനിക്ക് തന്ന മറുപടിയോടുള്ള ബന്ധത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. ദൈവത്തിന്റെ മറുപടി എന്നിലേക്ക് വന്നപ്പോൾ മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അടുത്തത്, ദൈവത്തിന്റെ കോപം അതിന്മേൽ വന്നപ്പോൾ അത് കുലുങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയില്ലെന്നാണ് സാഹചര്യം മുഴുവൻ വിചാരിച്ചു കൊണ്ടിരുന്നത്. വിചിന്തകൻ പറയുന്നത്, ഭൂമി ദാവീദിനെ കളിയാക്കി, നീ വെറുതെ പ്രാർത്ഥിച്ച് മടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറുപടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൂമി ഞെട്ടി ഉറച്ചു. അടുത്ത് പറയുന്നത് എന്നറിയാമോ? മലകൾ ദാവീദിന്റെ പ്രാർത്ഥനയെ മലകൾ കളിയാക്കി. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് നടക്കുന്നുണ്ട്, നീ ദൈവത്തെ സ്തുതിച്ചോണ്ട് നടക്കുന്നുണ്ട്, നീ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, എന്ത് വിടുതൽ, എന്ത് മറുപടി. സ്തോത്രം. ഞങ്ങളെ നോക്കിക്കേ, ഞങ്ങൾ പള്ളിയിലും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്, സ്ഥിരതയോടുകൂടെ നിലനിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതാണെന്നറിയാമോ? മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായ രീതിയിൽ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ അത് അനേകർക്ക് ആശ്ചര്യഭരിതമായി തീർന്നു. ഇന്ന് പോലെ ഓർക്കുക, എന്റെയും നിങ്ങളുടെയും വിഷയങ്ങളുടെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ മറ്റുള്ളവർ അതിശയം കൂറുമാറ്, ആശ്ചര്യപ്പെടുമാറ് പ്രവർത്തിപ്പാൻ ദൈവം കഴിവുള്ളവനാ. ഒരു മകത്വം ദൈവത്തിന് കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാല്യത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു ദൈവത്തിന്. രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് ഈ സങ്കീർത്തന ധ്യാനത്തിൽ നമ്മെ അറിയിക്കുന്നത് തന്റെ വ്യക്തിപരമായ ജീവിതം കറതീർന്നൊരു ജീവിതമായിരുന്നു. അത് ദൈവത്തിന്റെ ആത്മാവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് പറയുന്നത് അതിന്റെ 18-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് കണ്ടോ? യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം തരാൻ കാരണം എന്താണ്? എന്റെ കയ്യിൽ നീതി ഉണ്ടായിരുന്നു, എന്റെ ജീവിതത്തിൽ നീതി ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർത്തോളം, നിങ്ങളിൽ നീതി ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ നീതി മറ്റൊരാരും അറിയണമെന്നല്ല. എത്ര നീതിയുണ്ടെങ്കിലും അനീതിയുള്ള ലോകം ആ നീതിയെ ചവിട്ടി മെതിക്കും. മനുഷ്യന്റെ ഒരു നീതിയെ ആരും കണ്ട ഭാവം നടിക്കത്തില്ല. ലോകത്തിന്റെ പൊതു സ്വഭാവം എന്താ? അനീതിയാണ്. ലോകത്തെ വാഴുന്നത് ആരാണ്? പിശാചാണ് ലോകത്തെ ഭരിക്കുന്നത്. അനീതിയുടെ പ്രതീകമാണ് പിശാച് എന്ന് പറയുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എപ്പോഴും ഓർത്തോളം, ലോകം തിരിച്ചറിയുന്നില്ലെങ്കിലും നമ്മുടെ നീതി തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ താൻ നീതിയുള്ള മനുഷ്യനായിരുന്നു. അടുത്ത വായിച്ചു കണ്ടോ? തന്റെ കരങ്ങൾ ശുദ്ധിയുള്ള കരങ്ങളായിരുന്നു. എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം ദൈവം എനിക്ക് എന്ത് ചെയ്തു? അപ്പം താൻ നീതിയുള്ള മനുഷ്യനാണ്, താൻ ജീവിത വിശുദ്ധിയുള്ള മനുഷ്യനാണ്. അടുത്തത്, ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. ഒരിക്കലും ദൈവത്തോട് ദ്രോഹം ചെയ്തിട്ടില്ല. ദൈവത്തോട് ദ്രോഹം ചെയ്തിട്ടില്ല. മനസാക്ഷിയിൽ ഒരു ദൈവഭയമുണ്ട്. ദൈവ വഴികളെ വിട്ടു പോയിട്ടില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങളെ താൻ മറന്നു കളഞ്ഞിട്ടില്ല. അപ്പൊ നീതിയുള്ള മനുഷ്യൻ, വെടിപ്പുള്ള കരങ്ങളുടെ ഉടമ. ദൈവത്തിന്റെ മുൻപാകെ ഒരു ദോഷവും താൻ ചെയ്തിട്ടില്ല, ഒരു ദ്രോഹവും താൻ ചെയ്തിട്ടില്ല. അടുത്ത ഭാഗം നമ്മൾ വായിച്ചു താഴെ.
ദൈവത്തിന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട്. അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ട് നടന്നിട്ടില്ല. ഞാൻ അവന്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓർക്കുക, ഞാൻ എന്നെ തന്നെ. എല്ലാവരും ഓർത്തോളൂ, നാം ആരാണെന്ന്, നമ്മുടെ ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കുകയും നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും ചെയ്തോളണം. ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷകരും നമ്മൾ തന്നെയാണ്. നീ ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, നാം നമ്മെ സൂക്ഷിച്ചോളണം, നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചോളണം, നമ്മുടെ കരങ്ങളെ നമ്മൾ സൂക്ഷിച്ചോളണം, നമ്മുടെ കാലുകളെ നമ്മൾ സൂക്ഷിച്ചോളണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും, രഹസ്യവും പരസ്യവുമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ആരും അറിഞ്ഞില്ലെങ്കിലും എല്ലാ മനുഷ്യരെയും മറയ്ക്കാൻ കഴിയും. പക്ഷേ നമ്മെ എല്ലായ്പ്പോഴും ഒരുപോലെ അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. കുറെ കഷ്ടതകളും കുറെ വേദനകളും കുറെ പ്രശ്നങ്ങളും ഒക്കെ തന്റെ ജീവിതത്തിൽ വന്നു എങ്കിലും ഒരിക്കലും നാമാവശേഷമാകാൻ ദൈവം സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ജീവിത വിശുദ്ധിയും വേർപാടുമുള്ള ഒരു മനുഷ്യനായിരുന്നു, തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ശുദ്ധിയുള്ള കരങ്ങളുടെ ഉടമയായിരുന്നു, തന്റെ കാലുകൾ പരിശുദ്ധമായിരുന്നു, ദൈവത്തിന്റെ സ്തോത്രം, തന്റെ ചിന്തകൾ പരിശുദ്ധമായിരുന്നു. ദൈവം മുൻപാകെ നിർമ്മലമായ മനസാക്ഷിയോടുകൂടെ താൻ മുന്നോട്ട് പോയി. ആരാധനാലയത്തിൽ കടന്നു വന്ന ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതേത് വിഷയത്തിന്മേലാണ് ദൈവം നമുക്ക് വിടുതൽ വരേണ്ടത്, അതിന്മേൽ വിടുതൽ നിന്ന് മാനിപ്പാൻ ദൈവം കഴിവുള്ളവനാണ്. വചനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. ഒരുപക്ഷെ അല്പകാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് താമസം നേരിട്ടാലോ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് കുറെ ദിവസങ്ങൾ വേണ്ടി വരാം. പക്ഷേ ക്ഷീണിച്ചു പോകാതെയും തളർന്നു പോകാതെയും ആത്മീയ ദർശനത്തോടും കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയോടും ഉയർന്ന ജീവിത മൂല്യങ്ങളോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ താണു വീണ് കരുണയ്ക്ക് വേണ്ടി യാചിക്ക്. സകലരും ആശ്ചര്യം കൂറുമാറ് ഉയർത്തെഴുന്നേൽപ്പിന് തുല്യമായി വിടുതലൊരിക്കൽ മാനിപ്പാൻ ദൈവം കഴിവുള്ളവരാണെങ്കിൽ ഇന്ന് പകലെല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ കർത്താവ് 18-ാം സങ്കീർത്തനത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ആത്മാവിൽ ഞാൻ കാണുന്ന കർത്താവ് ദാവീദിന് വേണ്ടി ഒരുക്കിയത് പോലെ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു എന്ന് ഈ സങ്കീർത്തന ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി തീരട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവമാണ്. ഈ ആത്മീയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചൊല്ലുന്നു.